പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. ശരിക്കും ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ തിയറം അനുസരിച്ച് ഈ രണ്ട് ഫോഴ്സും വെച്ച് നമ്മൾ ആദ്യം ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. ഈ രണ്ട് സൈഡും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ കൂടി ഒരു ഡയഗണൽ നിങ്ങൾ ഡ്രോ ചെയ്യുക. ഈ ഡയഗണലായിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് കൂടിയാണ്. അപ്പോൾ നമുക്കൊരു സ്യൂട്ടബിൾ സ്കെയിൽ യൂസ് ചെയ്യണം. രണ്ട് ഫോഴ്സും സെയിം സ്കെയിൽ വെച്ച് വേണം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. രണ്ട് ഫോഴ്സും യൂസ് ചെയ്ത് ഒരു പാരലോഗ്രാം നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. മീറ്റിംഗ് പോയിൻറ്റ്, ഈ രണ്ട് സൈഡും മീറ്റ് ചെയ്യുന്ന മീറ്റിംഗ് പോയിൻ്റ് ഇവിടെ വരയ്ക്കുന്ന ഡയഗണലിൻ്റെ ലെങ്ത് ആയിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഡയഗണലും ഏതെങ്കിലും ഒരു സൈഡുമായിട്ടുള്ള ആംഗിൾ, അത് ഈ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഇൻക്ലിനേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ബോഡിയിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ഫോഴ്സ് പി ആൻഡ് ആൻ ഇൻക്ലൈൻഡ് ഫോഴ്സ് ക്യൂ. ആൽഫ എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളാണ്. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് പി ഇങ്ങനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ഇൻക്ലൈൻഡ് ഫോഴ്സ് ക്യൂവിനെ ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടുത്തെ ഇൻക്ലൂഡ് ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ വരച്ചേക്കുന്ന ഈ ഫിഗർ തന്നെയാണ് താഴെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നിങ്ങൾക്ക് ഒ ആയിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ ഈ എൻഡ് പോയിൻറ്റ് നിങ്ങൾക്ക് എ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ എൻഡ് പോയിൻറ്റ് നിങ്ങൾക്ക് ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒ എ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് പി ആണ്. അതുപോലെ ഒ ബി ഇൻഡിക്കേറ്റ് ചെയ്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ക്യൂ ആണ്. ഓക്കെ, ഇന്നെങ്കിൽ ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. സോ ബിയിൽ നിന്ന് ഒരു ലൈൻ ഒ എക്ക് പാരലായിട്ട് വരയ്ക്കുക. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എക്സാക്ട്ലി ഈക്വൽ ടു ഒ എ ആൻഡ് ഗെറ്റ് ദി പോയിൻറ്റ് സി. സി കിട്ടിക്കഴിഞ്ഞാൽ എയും സിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഒരു പാരലോഗ്രാം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയഗണൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒ കൺസിഡർ ചെയ്യുക. ഒയിൽ നിന്നൊരു ഡയഗണൽ സിയിലേക്ക് വരയ്ക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. റിസൾട്ടൻറ്റ് ഫോഴ്സ് ആറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഡയറക്റ്റ്ലി ഒ സി എന്നുള്ള ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. റിസൾട്ടൻറ്റ് ഫോഴ്സും ഏതെങ്കിലും ഒരു സൈഡുമായിട്ടുള്ള ആംഗിൾ മാർക്ക് ചെയ്താൽ മതി. അത് ഫൈ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആറിനും ഫൈക്കും ഡയറക്റ്റ്ലി നമുക്ക് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ സെയിം ഫിഗർ തന്നെയാണ് ഈ താഴെയും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പോയിൻറ്റ് സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. എയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു പോയിൻറ്റ് നിങ്ങൾ ഡി ആയിട്ട് കൺസിഡർ ചെയ്യുക. ശരിക്കും ലൈൻ ഒ ബിയും ലൈൻ എ സിയും പാരലലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നതും ആൽഫ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, അഡീഷണലി ഈ ഒരു ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്തേക്കുന്നത് നമുക്ക് ടാൻ ഫൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ഒ സി ഡി നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒ സി ഡി നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ടാൻ ഫൈ സെലക്ട് ചെയ്യുക. ടാൻ ഫൈയുടെ ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. സോ ടാൻ ഫൈ ഈക്വൽ ടു സി ഡി ബൈ ഒ ഡി എന്ന് വരും. ഈ ഒ ഡി എന്നുള്ള സൈഡ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഒ എ പ്ലസ് എ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എ ഡിയുടെ വാല്യൂ ഈ ഒരു ട്രയാങ്കിൾ എ ഡി സി നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫൈനൽ റിലേഷൻ എന്ന് പറയുന്നത് ടാൻ ഫൈ ഈക്വൽ ടു ക്യൂ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ എന്ന് വരും. അതുപോലെ ഈ തേർഡ് സൈഡ് ട്രയാങ്കിൾ ഒ എ സി നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും നോണാണ്. ഒ എ ഈസ് പി ആൻഡ് എ സി ഈസ് ക്യൂ. അപ്പോൾ തേർഡ് സൈഡ് ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം തന്നിട്ടുണ്ട്. ടു ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ എ ഹിഞ്ച് ആസ് ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് ദ റിസൾട്ടൻറ്റ് ഓഫ് ദി ഫോഴ്സ് സിസ്റ്റം ബൈ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. ഇപ്പോൾ ഇവിടെ ഒരു ഹിഞ്ച് തന്നിട്ടുണ്ട്. ഈ ഹിഞ്ചിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഗിവൺ ആണ്. F1 ഈസ് 600 ന്യൂട്ടൺ, F2 ഈസ് 400 ന്യൂട്ടൺ. ഈ 45 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് 400 ന്യൂട്ടൺ ഫോഴ്സ് വെർട്ടിക്കലായിട്ട് വരുന്ന ആംഗിളാണ്. അതുപോലെ 600 ന്യൂട്ടൺ ഫോഴ്സും ഒരു ഹൊറിസോണ്ടൽ ലൈൻ തമ്മിലുള്ള ആംഗിളാണ് 30 ഡിഗ്രി. ഇപ്പോൾ ഇൻക്ലൂഡ് ആംഗിൾ ബിറ്റ്വീൻ F2 ആൻഡ് F1 ഈസ് നോട്ട് ഗിവൺ. പക്ഷേ നമുക്കത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ ഈ ആംഗിൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90 മൈനസ് 30 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 60. സോ ആൽഫ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 60 ഡിഗ്രി പ്ലസ് 45 വിച്ച് ഈസ് ഈക്വൽ ടു 105 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 400 ന്യൂട്ടണും 600 ന്യൂട്ടണും രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം പാരലോഗ്രാം ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യുക. ഞാൻ ഈ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് 600 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ ലൈന് പാരലായിരിക്കും. അതുപോലെ അവസാനം വരച്ച ലൈൻ എന്ന് പറയുന്നത് 400 ന്യൂട്ടൺ ഫോഴ്സിന് പാരലായിരിക്കും. ഓക്കെ,
അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹിഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓയിൽ നിന്നുള്ള ഡയഗണൽ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സ്. റിസൾട്ടൻറ്റ് ഫോഴ്സും ഏതെങ്കിലും ഒരു സൈഡായിട്ടുള്ള ആംഗിളായിരിക്കും നിങ്ങൾ ഫൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത പാരലോഗ്രാം ഇതാണ്. അപ്പോൾ ആറിൻ്റെ റിലേഷൻ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും: F1² + F2² + 2F1 F2 cos ആൽഫ. അത് ശരിക്കും R² ആണ്. അതിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴായിരിക്കും ശരിക്കും നിങ്ങൾക്ക് റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. tan ഫൈയുടെ റിലേഷൻ ഇതായിരിക്കും: tan phi = F2 sin alpha / F1 + F2 cos ആൽഫ. സെക്കൻഡ് പ്രോബ്ലം ആദ്യം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. 2 locomotives on the opposite banks of a canal pull a vessel moving parallel to the banks by means of 2 horizontal ropes. The tensions in these ropes have been measured to be 20 kN and 24 kN, while the angle between them is 60 degrees. Find the resultant pull on the vessel and the angle between each of the ropes and the sides of the canal. അപ്പോൾ ഇങ്ങനൊരു ഫിഗറാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഒരു റിവറുണ്ട് അല്ലെങ്കിൽ കനാലുണ്ട്. ഈ കനാലിൽ കൂടെ ഒരു വെസൽ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വെസൽ ഇറ്റ് ഈസ് ബീങ് പുൾഡ് യൂസിങ് 2 vehicles ഓൺ ദി ഓപ്പോസിറ്റ് ബാങ്ക്സ് ഓഫ് ദി കനാൽ. അപ്പോൾ ശരിക്കും ഇതാണ് 2 വെഹിക്കിൾ. ഈ 2 വെഹിക്കിൾ ചേർന്നിട്ടാണ് ഈ വെസലിനെ ഈ കനാലിൽ കൂടെ പുൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് പല പല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ ബാങ്ക്സിൻ്റെ ഡയറക്ഷന് പാരലായിട്ടാണ് വെസൽ മൂവ് ചെയ്തത്. വെസൽ മൂവ് ചെയ്യുന്ന എപ്പോഴും റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ കനാലിൻ്റെ ബാങ്ക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സാണ്. ഇനി വെസലും വെഹിക്കിളും കണക്ട് ചെയ്യുന്ന കേബിൾസ് ഉണ്ട്. കേബിളിനകത്ത് ഇൻഡ്യൂസ്ഡ് ആവുന്ന ടെൻഷൻ ഗിവൺ ആണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ടെൻഷൻ പി ആയിട്ട് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 24 kN. അതുപോലെ സെക്കൻഡ് ടെൻഷൻ ക്യൂ ആയിട്ട് മാർക്ക് ചെയ്യാം. അതിൻ്റെ വാല്യൂ 20 kN എഴുതാം. ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈസ് ഗിവൺ ആ 60 ഡിഗ്രി. ഓക്കെ, ഇനി ആറും ഫോഴ്സ് പിയും തമ്മിലുള്ള ആംഗിൾ നിങ്ങൾക്ക് ആൽഫ എന്ന് കൺസിഡർ ചെയ്യാം. അതുപോലെ റിസൾട്ടൻറ്റ് ഫോഴ്സും സെക്കൻഡ് ഫോഴ്സ് ക്യൂവും തമ്മിലുള്ള ആംഗിൾ നിങ്ങൾ ബീറ്റ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി വെസൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷനും കനാൽ ബാങ്ക്സും പാരലായത് കാരണം ഈ ആംഗിൾ എന്ന് പറയുന്നത് ദിസ് വിൽ ബി സെയിം ആസ് ആൽഫ. അതുപോലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് ദിസ് വിൽ ബി സെയിം ആസ് ബീറ്റ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിസൾട്ടൻറ്റ് ഫോഴ്സും ആൽഫ ആൻഡ് ബീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കുള്ള ഡയഗ്രാം. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ ഓൾറെഡി ഒരു പാരലോഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 ഫോഴ്സും അഡ്ജസൻറ്റ് സൈഡ്സായിട്ട് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. പാരലോഗ്രാം ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പം അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഡയഗണലായിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സായിട്ട് നമ്മൾ മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ പി ആൻഡ് ക്യൂ ആണ്. ഇൻക്ലൂഡ് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഈ 60 ഡിഗ്രി. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇതിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് ഫോഴ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം: √P² + Q² + 2PQ cos 60. ഓക്കെ, ഇനി ആൽഫയും ബീറ്റയും ഇവാലുവേറ്റ് ചെയ്യാൻ ആദ്യം ആൽഫ സെലക്ട് ചെയ്യുക. ശരിക്കും ആൽഫ എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ഫോഴ്സും പിയും തമ്മിലുള്ള ഇൻക്ലൂഡ് ആംഗിളാണ്. അപ്പോൾ ഇക്വേഷൻ റൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ വരുന്നത്: tan alpha = ന്യൂമറേറ്ററിൽ ക്യൂവിൻ്റെ ടേമിനായിരിക്കും വരുന്നത് Q sin 60 ഡിഗ്രി / P + Q cos 60 ഡിഗ്രി. ഇനി ബീറ്റ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ റിലേഷൻ ഇങ്ങനെ റൈറ്റ് ചെയ്യാം: tan ബീറ്റ = Q എന്നുള്ള ടേമിന് വരും P വരും P sin 60 / Q + P cos 60. ശ്രദ്ധിക്കേണ്ടത് ബീറ്റ ഇവിടെ ബീറ്റ റെപ്രസെൻ്റ് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സും ഫോഴ്സ് ക്യൂവും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ നാച്ചുറലി ക്യൂവിൻ്റെ ടേമിലായിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത്. മറ്റേ ടേം എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലും കോസിൻ്റെയും സൈനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ടേം എപ്പോഴും മറ്റേ ഫോഴ്സിൻ്റെ ആയിരിക്കും.